ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് നാളെയാണ് ആരംഭിക്കുക. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5 മണിക്കാണ് ഈ ടെസ്റ്റ് ആരംഭിക്കുക. ബോക്സിംഗ് ഡേ ടെസ്റ്റാണ്. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുന്നത്. നിലവിൽ പരമ്പര 1-1 എന്ന നിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് ടീമുകളും ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ചു. ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ 2 ടെസ്റ്റുകളാണ് അവശേഷിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2 ടെസ്റ്റുകളും വളരെ നിർണായകമാണ്. ഏതായാലും നാളത്തെ ടെസ്റ്റിനുള്ള 11 ഇപ്പോൾ ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 സുപ്രധാന മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ 19കാരനായ കോൺസ്റ്റാസ് ഇടം നേടും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം നാളെ അരങ്ങേറ്റം കുറിക്കും. മക്സീനിക്കാണ് സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. അതുപോലെ തന്നെ ബോളണ്ട് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ജോഷ് ഹേസൽവുഡിനാണ് സ്ഥാനം നഷ്ടമായിട്ടുള്ളത്. ട്രാവിസ് ഹെഡ് പരിക്കിന്റെ പിടിയിലാണ് എന്ന റിപ്പോർട്ടുകൾ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഓസ്ട്രേലിയയുടെ 11 നമുക്കൊന്ന് പരിശോധിക്കാം. ക്വാജ വരുന്നു, കോൺസ്റ്റാസ്, അതുപോലെ തന്നെ ലബുഷേൻ, സ്മിത്ത്, ഹെഡ്, മാർഷ്, കാരി, കമ്മിൻസ്, സ്റ്റാർക്ക്, ലിയോൺ, ബോളണ്ട്. ഇങ്ങനെയാണ് ഓസീസിന്റെ ഒരു 11 വരുന്നത്. ഏതായാലും ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകൾ ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിട്ടുണ്ട്. ചില മാറ്റങ്ങൾ ഇന്ത്യയും 11-ൽ വരുത്താൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് വാഷിംഗ്ടൺ സുന്ദർ കളിക്കാൻ സാധ്യതയുണ്ട്. 2 സ്പിന്നർമാരെ കളിപ്പിക്കാൻ ഇപ്പോൾ ഇന്ത്യ ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും ഈ ഒരു മത്സരത്തിൽ കളിച്ചേക്കും എന്നുള്ളതാണ്. നിതീഷ് കുമാർ റെഡ്ഡിക്ക് തൻ്റെ സ്ഥാനം നഷ്ടമാകാൻ സാധ്യതയുണ്ട് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2 സ്പിന്നർമാരെ വെച്ചുകൊണ്ടുള്ള ഒരു പരീക്ഷണം ഇന്ത്യ നടത്താനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ 2 ടെസ്റ്റ് മത്സരങ്ങളും. കാരണം WTC ഫൈനലിന് യോഗ്യത നേടണമെങ്കിൽ, നേരിട്ട് യോഗ്യത നേടണമെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 2 മത്സരങ്ങളും വിജയിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.